നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ ആരും അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. ആ കുട്ടിക്ക് ബോധം വന്നതിന് ശേഷം ഓരോരുത്തരായിട്ട് പോയി കണ്ടു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ അവർക്കൊന്നും സംഭവിക്കില്ലെന്ന്. നമ്മുടെ മോൻ ഒന്നും പറ്റില്ല. നീ നോക്കിയോ. ഡോക്ടർ, എന്റെ മോൻ നന്ദനകത്ത്. നിങ്ങളാണോ അവന്റെ അച്ഛനും അമ്മയും? അതെ ഡോക്ടർ. ഇപ്പൊ അവന്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാ. കാരണം തലയ്ക്ക് പരിക്ക് പറ്റി കുറേയേറെ രക്തം പോയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എപ്പോ ബോധം തിരിച്ചു കിട്ടുമെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായിരുന്നാലും 24 മണിക്കൂർ കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കൂ. അത്രമാത്രം എനിക്കിപ്പോ പറയാൻ കഴിയും. ഇല്ല, നിങ്ങൾ നുണ പറയാ. എന്റെ മോനൊന്നും സംഭവിക്കില്ല. എനിക്കറിയാം, അവനൊന്നും പറ്റിയിട്ടില്ല. അതെ, നുണ പറയുക. ഇദ്ദേഹത്തെ വിശ്വസിക്കരുത്. നമ്മുടെ മോനൊന്നും ഉണ്ടാവില്ല. അല്ലേ, അവനൊന്നും സംഭവിക്കില്ല. ഒന്ന് പറയുന്നേ. ഈ ഡോക്ടർ എന്താ പിന്നെ ഇങ്ങനെ പറഞ്ഞത്? സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ ഞാൻ പറഞ്ഞത്. മോൻ എത്രയും പെട്ടെന്ന് കണ്ണു ഓർക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേ. ഇതിനപ്പുറം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കരയാതെ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ മോനൊന്നും സംഭവിക്കില്ലെന്ന്. അവനൊരു ആപത്തുമില്ലാതെ തിരിച്ചു വരും. ഇവനല്ലേ നമ്മൾ കോടതിയിലേക്ക് കൊണ്ടുപോയപ്പോ രക്ഷപ്പെട്ടു പോയത്? അതേലോ. ഓടോ. സാർ പറയൂ സാർ. ആ അഭ്യാസം കാണിക്കുന്നു. ഗുരുവേ, അങ്ങ് പറഞ്ഞതുപോലെ ഗ്രഹണം അവസാനിച്ചു. നീചശക്തികളിൽ നിന്നും നന്ദിയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ എന്താ തുളസി? നീചശക്തികളിൽ നിന്നും നന്ദിയെ രക്ഷപ്പെടുത്തിയാലും വിധിലിഖിതങ്ങളിൽ നിന്ന് നന്ദിയെ രക്ഷപ്പെടുത്താനാവില്ല ഗുരുജി. ഇന്നുണ്ടായ അപകടത്തിൽ നന്ദയ്ക്ക് ഒരുപാട് പരിക്കുകളുണ്ട്. അവന്റെ ജീവൻ നിലനിർത്താൻ പ്രയാസമാണ്. നന്ദയ്ക്കുണ്ടായ ഈ അവസ്ഥ എനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല ഗുരുജി. എന്റെ ജീവൻ കൊടുത്തെങ്കിലും അവനെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞതാ. എന്നാ ഇന്നവന്റെ ജീവൻ പോകുന്നത് ഞാൻ നോക്കി നിൽക്കേണ്ടി വരും. സത്യത്തിൽ ഞാൻ തോറ്റുപോയില്ലേ ഗുരുജി? തുളസി, എന്തിനാ നീ ഇങ്ങനെ ആവേശഭരിതനാകുന്നത്? നന്ദ വളരെ നല്ലവനാ. അവൻ ഒരുപാട് കാലം ജീവിക്കേണ്ടവനാ. അത് നമുക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അത് നല്ലവനായാലും മോശക്കാരനായാലും ഈ ലോകത്ത് മരണത്തെ വെല്ലാൻ ആർക്കും കഴിയില്ല. അത് നീ മറന്നുപോയോ തുളസി? നമ്മുടെ ലക്ഷ്യം
ഗ്രഹണം കഴിയുന്നതുവരെ ആ പയ്യന്റെ ജീവൻ കാക്കുക എന്നുള്ളതാണ്. അത് നിറവേറിയിരിക്കുകയാണ്. ഇനി കാസ്മോറയുടെ രാജ്യം വരാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ നല്ലവർക്കുള്ള ജീവിത യാഥാർത്ഥ്യം എന്നത് ഇതാണോ ഗുരുവേ? അപ്പൊ അവനെ വിശ്വസിച്ചിരിക്കുന്ന അവന്റെ കുടുംബമോ? ആരുമില്ലെങ്കിലും ഈ ലോകത്തിന്റെ തേങ്ങൽ അവസാനിക്കുന്നില്ല. ഇത് നന്ദന്റെ കുടുംബത്തിനെ കുറച്ച് ദുഃഖത്തിലാഴ്ത്തും. പിന്നീട് സാവകാശം മാറിക്കൊള്ളും. എല്ലാ മനുഷ്യനും തരണം ചെയ്യേണ്ട കാര്യമാണിത്. ഈ വിയോഗം താങ്ങാനുള്ള ശക്തി നന്ദന്റെ കുടുംബത്തിന് നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറൊരു മാർഗമേ ഇല്ല. പോകാൻ തുളസി. ഗുരുവേ, ഈ ലോകത്ത് അവസാനമെന്നൊന്നില്ല. അവസാനമെന്ന് നാം കരുതുന്നത് മറ്റൊരു തുടക്കമാണെന്ന് അങ്ങ് പറഞ്ഞിരുന്നില്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നന്ദന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തിനുള്ള തുടക്കമാണ്? ഇതൊരു നല്ല ചോദ്യമാണ് തുളസി. എന്നാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ ലോകത്ത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ അറിയൂ. നന്ദ, എഴുന്നേൽക്ക് നന്ദ. നിന്നോട് തന്നെയാ. എഴുന്നേൽക്ക് നന്ദ, പോകാം. നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു നന്ദ, നമുക്ക് പോകാം. മടിക്കാതെ നന്ദ, വാ നമുക്ക് പോകാം. നന്ദ, നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, വാ. ഒന്നും ആലോചിക്കണ്ട നന്ദ, നിന്റെ വിധിയാണ് കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്. വാ. എന്താ വിധി അവസാനിച്ചെന്നോ? ആരാ നീ? എന്തൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനാമികയോടെ എനിക്ക് ആദ്യം അവളെ കാണണം. നന്ദ, ഞാൻ പറയുന്നത് കേൾക്കൂ. പറ്റില്ല. നന്ദ, ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ വിധി കഴിഞ്ഞെന്ന്? ഇപ്പോൾ നീ ശരീരമല്ല, ആത്മാവാണ്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഞാൻ മരിച്ചിട്ടില്ല. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഞാൻ മരിച്ചിട്ടില്ല. മരണം മരിച്ചവർക്ക് സമ്മതിക്കാൻ പ്രയാസമാണ്. കൂടെയുള്ളവർക്കും അത് സമ്മതിക്കാൻ പറ്റില്ല. മനുഷ്യരുടെ സ്വഭാവം ഇതുതന്നെയാണ്. മതി, നിർത്തുന്നുണ്ടോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ മരിക്കേണ്ട കാര്യം എന്താ? എന്നെ പോലുള്ള സാധാരണ മനുഷ്യർക്കൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ പഠിപ്പിനനുസരിച്ച് ഒരു ജോലി, മനസ്സിനിഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ ഒരു ജീവിതം, അച്ഛൻ, അമ്മ, കുടുംബമായിട്ട് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം. ഇതൊക്കെ എന്നിലേക്ക് വന്ന് ചേർന്നത് ഇപ്പോഴാ. അപ്പോഴത്തേക്ക് ഞാൻ മരിക്കാന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ? എന്റെ കാര്യം പോട്ടെ, ഞാനില്ലെങ്കിൽ എന്റെ കുടുംബം, അനാമിക, അവരുടെയൊക്കെ അവസ്ഥ എന്തായി തീരും? എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല.
എന്നെ വിട്ടേക്ക്. എനിക്കതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. നീ വരാതെ ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണോ? അതെ, ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. എന്നാൽ ആർക്കു വേണ്ടിയാണോ നീ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് നിന്നെ കാണാൻ പോലും കഴിയില്ല. നിന്റെ സംസാരവും കേൾക്കാൻ കഴിയില്ല. എന്തിനധികം നിന്റെ സാമീപ്യം പോലും മനസ്സിലാവില്ല. സാരമില്ല, സാരമില്ല. നിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയ ആ നിമിഷം തന്നെ നീ നിന്റെ സ്വന്തവും ബന്ധവും എല്ലാം ഉപേക്ഷിച്ചകന്നു എന്ന് മനസ്സിലാക്കൂ. ഇനി നിനക്ക് ഈ ഭൂമിയിൽ താമസിക്കാൻ യാതൊരുവിധ അവകാശവുമില്ല.